ഇസ്രായേൽ ഹമാസ് സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ ഇസ്രായേലിലേക്കുള്ള അപ്രതീക്ഷിത സന്ദർശനം. ഈജിപ്തിൽ വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകൾക്ക് പിന്നാലെയാണ് ടെൽ അവീവിലേക്ക് ആന്റണി ബ്ലിങ്കൻ എത്തിയത്. ടെൽ അവീവിലെത്തിയ ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി കൂടിക്കാഴ്ച നടത്തി. വെടിനിർത്തൽ എത്രയും വേഗം പ്രാബല്യത്തിൽ കൊണ്ടുവരണമെന്ന അമേരിക്കയുടെ താൽപര്യം ബെഞ്ചമിൻ നെതന്യാഹുവിനെ അദ്ദേഹം അറിയിച്ചതായിട്ടാണ് വിവരം. അതുമാത്രവുമല്ല, റഫയിലേക്കുള്ള സൈനിക നീക്കം നടത്തരുതെന്ന ആവശ്യവും ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് മുന്നിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇസ്രായേലിന്റെ പക്കലുള്ള 100 പാലസ്തീൻ തടവുകാരെ വിട്ടയച്ചാൽ 40 ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ആന്റണി ബ്ലിങ്കൻ നിബന്ധനകളുടെ ഭാഗമായി മുന്നോട്ട് വച്ചത്. എന്നാൽ ഹമാസ് ആദ്യം വെടിനിർത്തൽ കരാർ അംഗീകരിക്കണമെന്നും അതിനുശേഷം ചർച്ചകൾ തുടരാമെന്നുമുള്ള നിർദ്ദേശമാണ് ബെഞ്ചമിൻ നെതന്യാഹു മുന്നോട്ട് വച്ചതെന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ടെൽ അവീവിലേക്ക് ഇസ്രായേൽ സൈനിക നീക്കം ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ആന്റണി ബ്ലിങ്കന്റെ അടിയന്തര സന്ദർശനം. ആന്റണി ബ്ലിങ്കനും ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ച 1 മണിക്കൂറോളം നീണ്ടുവെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈജിപ്തിൽ ഹമാസിന്റെയും ഖത്തറിന്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ചർച്ചകൾ നടത്തുകയാണ്. ഹമാസിന്റെ പ്രതികൂല നിലപാടാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരാനായി തടസ്സമുണ്ടാക്കുന്നതെന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെ ഖത്തർ വളരെ കൃത്യമായ മുന്നറിയിപ്പ് ഹമാസിന് നൽകുകയും ചെയ്തിരുന്നതാണ്. ഹമാസ് എത്രയും വേഗം വെടിനിർത്തൽ കരാറിലേക്ക് അടുക്കുക, വെടിനിർത്തൽ കരാറിന് സമ്മതം അറിയിക്കുക. അല്ലാത്ത പക്ഷം ഹമാസിന്റെ ഭീകരവാദ നേതാക്കൾ ഖത്തറിലുണ്ട്. അവർക്ക് ഖത്തർ നൽകിയിരിക്കുന്ന രാഷ്ട്രീയ അഭയം അവസാനിപ്പിക്കും, അവരെ രാജ്യത്തിന് പുറത്താക്കുമെന്ന് ഖത്തർ മുന്നറിയിപ്പ് നൽകി. അങ്ങനെ ഇസ്മായിൽ ഹനിയ അടക്കമുള്ള യഹിയ സിൻവാർ അടക്കമുള്ള ആളുകൾക്ക് അഭയം നൽകുന്നത് ഖത്തർ നിർത്തിയാൽ അടുത്ത ദിവസം തന്നെ ഈ ഹമാസ് നേതാക്കന്മാരുടെ ജീവനെടുക്കാൻ മൊസാദിന്റെ പോരാളികൾക്ക് കഴിയുമെന്നുള്ളത് ഹമാസിനും അറിയാം. ഖത്തറിനുള്ളിൽ കടന്നുകയറി ഈ നേതാക്കന്മാരെ വധിക്കാൻ മൊസാദ് പദ്ധതിയിട്ടിരുന്നതാണ്. മൊസാദിന്റെ സൈനികർ ഖത്തറിലെത്തിയതുമാണ്. എന്നാൽ ഈ സാഹചര്യത്തിലാണ് ഖത്തർ ഇസ്രായേലിനോട് ഒരു അഭ്യർത്ഥന, രാജ്യാന്തര അഭ്യർത്ഥന നടത്തിയത്. ഞങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി ഹമാസിന്റെ ഭീകര നേതാക്കളെ കൊലപ്പെടുത്തരുത്, എങ്കിൽ അത് ഞങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കും, ഞങ്ങളുടെ വിശ്വാസ്യത തകരും, അറബ് രാജ്യങ്ങൾ ഞങ്ങളെ സംശയിക്കും. അതുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി ഹമാസ് നേതാക്കളെ കൊല്ലരുത്, ഇതൊരു അഭ്യർത്ഥനയായിട്ട് കണക്കാക്കണമെന്ന് ഖത്തർ ഭരണാധികാരികൾ തന്നെ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആക്രമണം നടത്തുന്നതിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോയത്. എന്തായാലും ഇപ്പോൾ ഹമാസിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ. എത്രയും വേഗം വെടിനിർത്തൽ കരാറുമായി അംഗീകരിച്ച് മുന്നോട്ട് പോകണം, അല്ലാത്ത പക്ഷം ഹമാസിന്റെ നേതാക്കന്മാർക്ക് നൽകിയിരിക്കുന്ന രാഷ്ട്രീയ അഭയം അവസാനിപ്പിക്കും. ഹമാസ് നേതാക്കളെ ഞങ്ങൾ പുറത്താക്കും, പുറത്താക്കിയാൽ അടുത്ത നിമിഷം ആ നേതാക്കളെ മൊസാദ് വകവരുത്തും. ഇതൊക്കെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ചർച്ചകൾ ഈജിപ്തിൽ പുരോഗമിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അടിയന്തരമായി ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ചർച്ചയ്ക്കായി എത്തിയത്. എത്രയും വേഗം ഒരു വെടിനിർത്തൽ കരാർ സാധ്യമാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് ആന്റണി ബ്ലിങ്കൻ പ്രകടിപ്പിച്ചത്. റഫ അതിർത്തിയിൽ വലിയ തോതിലുള്ള സൈനിക വ്യൂഹമാണ് ഇസ്രായേൽ സജ്ജീകരിച്ചിരിക്കുന്നത്. റഫ അതിർത്തിയുടെ പല ഭാഗങ്ങളിലായി ദിവസങ്ങളായി കനത്ത റോക്കറ്റ് ആക്രമണവും ഡ്രോൺ ആക്രമണവും നടത്തുകയാണ് ഇസ്രായേലി സേന. ഇത് കരയാക്രമണത്തിനുള്ള മുന്നോടിയാണെന്ന് അമേരിക്കയ്ക്കും ഖത്തറിനും ഹമാസിനും എല്ലാം അറിയാം. ഇസ്രായേൽ ഒരു കാര്യം പറഞ്ഞാൽ ചെയ്യുമെന്നുള്ള കാര്യം ഏറ്റവും വ്യക്തമായി അറിയാവുന്നത് അമേരിക്കയ്ക്കാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി എത്രയും വേഗം ടെൽ അവീവിലേക്ക് പറന്നെത്തിയതും. കാരണം അമേരിക്കയുടെ അന്ത്യശാസനത്തെ പോലും മുന്നറിയിപ്പിനെ പോലും അവഗണിച്ചുകൊണ്ടാണ് റഫയിലേക്കുള്ള ആക്രമണത്തിന് ഇസ്രായേൽ തീരുമാനമെടുത്തത്. അതിന് ഇസ്രായേലിൻ്റെതായ ന്യായമുണ്ട്. 16 ലക്ഷത്തോളം അഭയാർത്ഥികൾ അവിടെ ഉണ്ടായിരിക്കാം, ഞങ്ങളത് അംഗീകരിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി വലിയ കൂട്ടക്കുരുതി നടത്തിയ തീവ്രവാദികൾ, കൊലപാതകികൾ ആ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെ കഴിയുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് അവരെ കൊന്നൊടുക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഇസ്രായേൽ പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ അമേരിക്കയ്ക്ക് മടിയില്ല.
അതുകൊണ്ടാണ് അമേരിക്ക ഒടുവിൽ പറഞ്ഞത് 16 ലക്ഷം വരുന്ന സിവിലിയന്മാരുടെ പുനരധിവാസം സംബന്ധിച്ച് ഒരു പദ്ധതി തയ്യാറാക്കിയ ശേഷം റഫേലിലേക്ക് ആക്രമണം നടത്തിയാൽ മതി. റഫേലിലേക്ക് ആക്രമണം നടത്തണ്ട എന്ന് അമേരിക്ക പറയുന്നില്ല. പക്ഷേ അതിൽ സിവിലിയന്മാർ കൊല്ലപ്പെടുന്നത് ഒഴിവാക്കണം. അതിന് ഇസ്രായേലിൻ്റെ മറുപടി വ്യക്തമാണ്. 2-3 ദിവസത്തെ സാവകാശം ഞങ്ങൾ കൊടുക്കും, മുന്നറിയിപ്പ് നൽകും. അതിനിടയിൽ അവർ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യണം. അല്ലാതെ ഹമാസിൻ്റെ ഭീകരവാദികൾക്ക് അഭയം നൽകുകയും അവർക്ക് ആഹാരവും വസ്ത്രവും നൽകുകയും ചെയ്ത അവരെ പാലൂട്ടി വളർത്തിയാൽ ഞങ്ങൾ ഈ അഭയാർത്ഥികളെ പോലും ഹമാസിൻ്റെ ഭീകരവാദികളായി കണക്കാക്കും. അങ്ങനെ മാത്രമേ ഞങ്ങൾ കണക്കാക്കാൻ കഴിയുകയുള്ളൂ. ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആക്രമണത്തിൽ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ഒളിച്ചോടി എത്തിയ 5000-ഓളം വരുന്ന ഹമാസിന്റെ ഭീകരവാദികൾ ഇപ്പോഴും കഴിയുന്നത് ഈ റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെയാണ്. അത് മാത്രവുമല്ല, 100ഓളം വരുന്ന ഹമാസിന്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, കമാൻഡർമാരടക്കമുള്ളവർ ഈ റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളുടെ താഴെയുള്ള ബങ്കറുകളിലാണ് ഇപ്പോഴും താമസിക്കുന്നതെന്നുള്ളത് മൊസാദിന്റെ രഹസ്യ പോലീസ് കണ്ടെത്തിയതാണ്. അപ്പോൾ ഇവരെ കാലപുരിക്ക് അയക്കണം, അല്ലാതെ യുദ്ധം അവസാനിക്കില്ല. നിലവിൽ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചാൽ അത് ഇസ്രായേൽ യുദ്ധത്തിൽ പരാജയപ്പെടുന്നതിന് തുല്യമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ പറയുന്നു. അതുകൊണ്ട് യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ടില്ല, യുദ്ധം അവസാനിപ്പിക്കില്ല. റഫയിലെ ആക്രമണത്തിന് ശേഷം മാത്രമേ യുദ്ധം അവസാനിപ്പിക്കൂ. റംസാൻ പുണ്യമാസത്തിൽ തന്നെ യുദ്ധം തീർക്കും. റംസാൻ പുണ്യമാസം അവസാനിക്കുന്നതിന് മുൻപ് ഹമാസിന്റെ എല്ലാ ഭീകരന്മാരെയും തീർത്ത് ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാം എന്ന് ഇസ്രായേൽ പറയുന്നു. അതേസമയം റംസാൻ വ്രതാരംഭത്തിന് മുമ്പ് തന്നെ യുദ്ധം അവസാനിപ്പിക്കാനും വെടിനിർത്തൽ കരാർ കൊണ്ടുവരാനുമുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഖത്തറും അമേരിക്കയും നടത്തിയിരുന്നു. എന്നാൽ ഹമാസിന്റെ ഒരു നിസ്സഹകരണമാണ് അതിന് ഇടയാക്കിയത്. ഇപ്പോഴിതാ ഹമാസിനെതിരെയും ഹിസ്ബുള്ളയ്ക്കെതിരെയും ലെബനനെതിരെയും ഹൂതികൾക്കെതിരെയും ഒരേ സമയം ആക്രമണം നടത്തുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ സൈനിക കരുത്ത് കൃത്യമായി അമേരിക്കയ്ക്ക് അറിയാം. ഇസ്രായേൽ റഫേൽ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞാൽ നടത്തുമെന്ന് അമേരിക്കയ്ക്ക് അറിയാം. അങ്ങനെ നടത്തുകയാണെങ്കിൽ അത് വലിയ കൂട്ടക്കുരുതിക്ക്, മനുഷ്യരാശി കണ്ട ഏറ്റവും വലിയ കൂട്ടക്കുരുതിക്ക് കാരണമാകും. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ റഫയിലേക്ക് ഒരു ആക്രമണം നടത്തണ്ട എന്ന് അഭ്യർത്ഥിക്കാനായി ആന്റണി ബ്ലിങ്കൻ എത്തിയത്. വെടിനിർത്തലിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. എന്തായാലും ആന്റണി ബ്ലിങ്കന്റെ സന്ദർശനം അപ്രതീക്ഷിതമാണ്. അദ്ദേഹം ഈജിപ്തിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകളുടെ പുരോഗതി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അറിയിക്കുക കൂടിയാണ് ഈ യാത്രയുടെ ലക്ഷ്യം.